ഹലോ ഗൈസ്, നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റെസിപ്പി നോക്കിയാലോ. നന്നായിട്ട് കഴുകി വെച്ച ബീഫ് ഞാൻ 1 കിലോ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ വറക്കണം. അതായത് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, അതുപോലെ കുറച്ച് തേങ്ങ, വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യട്ടോ. റോസ്റ്റ് ചെയ്ത് അത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഫൈൻ പേസ്റ്റായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിക്കട്ടോ. ഇങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടും. അതല്ലെങ്കിൽ അവിടെ ഇവിടെ ഓരോ കഷ്ണങ്ങളായിട്ട് അവിടെ കിടക്കും, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അരച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു കുക്കറിൽ കുറച്ച് മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ. അതെടുത്തിട്ട് കുക്കറിൽ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതിന് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യട്ടോ. ഇവിടെ അത്യാവശ്യം എരി ഇഷ്ടപ്പെടുന്നവരാണ്, അപ്പോൾ അത് കാരണം എൻ്റെ കുറച്ചധികം സ്പൈസി ആയിരിക്കും എൻ്റെ ഡിഷസിൽ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറക്കട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യട്ടോ. തീ വളരെ കുറച്ച് സിമ്മിലായിട്ടായിരിക്കണം റോസ്റ്റ് ചെയ്യാൻ വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, കരിഞ്ഞു പോയത് മസാലകൾ കരിയാൻ എടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇടുക. അതിട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എന്ത് ചെയ്യണം, മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം അത്ര മതി, അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ജാറൊന്ന് വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഇളക്കി നമ്മളിപ്പോൾ ഒഴിച്ച് വെള്ളം ഉണ്ടല്ലോ അത് വെള്ളം വറ്റിച്ചെടുക്കണം നമ്മൾ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇടുക കേട്ടോ. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അളവിനനുസരിച്ചിട്ട് ഈ മസാലകളും മറ്റു സാധനങ്ങളും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും കേട്ടോ. എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയരുത്, ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ അഭിപ്രായം പറയാം കേട്ടോ. നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ബീഫ് ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ബീഫ് ഉണ്ടാക്കും. എന്നിട്ട് ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ഞാൻ അതിലേക്ക് ഇടുന്നത്. അതിട്ടിട്ട് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സുറുക്ക ഒഴിക്കുക. സുറുക്ക അഥവാ വിനാഗിരി ഇത് ഒഴിക്കണമെന്ന് വെച്ചാൽ കുറച്ച് വേവുള്ള ബീഫാണെങ്കിൽ അത് എളുപ്പം വേഗം നമ്മളെ സഹായിക്കും. പിന്നെ ഒരു ബീഫിലൊക്കെ ഒരു പുളി ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് പിടിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കട്ടെ. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടുക. എന്നിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ എന്താ, ഈ കുക്കറിൽ ഇത് വേവുന്ന ടൈം കൊണ്ട് ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി, അതുപോലെ 2 തക്കാളി പേസ്റ്റ് ചെയ്യുക. ഉള്ളി പേസ്റ്റ് ചെയ്യേണ്ട, ഉള്ളി ചോപ്പ് ചെയ്യുക. ഉള്ളി നന്നായി സ്ലൈസായിട്ട് അരിയട്ടോ, നന്നായിട്ട് അരിയണം, അത് കട്ടിയിൽ അരിയരുത്. പിന്നെ തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ കുക്കർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ അത് ഇറച്ചിയിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അധികം പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് അതിലേക്ക് അടിച്ച് വെച്ച തക്കാളി ഇട്ടിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി എന്ത് ചെയ്യാം അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ അടിച്ച് വെച്ച തക്കാളി പേസ്റ്റും ഉള്ളി എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അധികം എക്സ്ട്രാ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. നിങ്ങളിൽ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കുറവാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് 2 വിസിലും കൂടി അടുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അതല്ല ബീഫ് വെന്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് വെള്ളം മറ്റു ചട്ടിയിലേക്കോ പാനിലേക്കോ മാറ്റിയിട്ട് വെള്ളം വറ്റിച്ചെടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില, കറിവേപ്പിൻ്റെ ഇല തൂക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായി കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ.